അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ നമുക്കൊരു മിനി വ്ളോഗാണ് ഗൈസ്. അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ ഫ്രഷ് ആയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ പോയി ഗൈസ്. ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബേസിക് ആയിട്ടുള്ള അല്ല അതിനുമുമ്പ് നമ്മൾ മുടി വാരി കിട്ടണം. എൻ്റെ മുടിയാണെങ്കിൽ കുടിമരക്കോശത്രമല്ല ഇണീച്ച് നിൽപ്പാണ്. പിന്നെ അതിനൊന്ന് അടക്കി ഇരുത്തിയതിന് ശേഷം വേണം നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം സെറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സൺസ്ക്രീം അപ്ലൈ ചെയ്യാൻ വീട്ടിൽ നിൽക്കുമ്പോഴും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ. ഇടയ്ക്കൊക്കെ ഞാൻ മറന്ന് പോകാറുണ്ടെങ്കിലും അപ്ലൈ ചെയ്യണം. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈറ്റ് പെയിൻ്റ് അടിച്ച പോലെ നമുക്ക് തോന്നുമെങ്കിലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അത് അബ്സോർവായി ഗ്ലോ ആവും. അതാണല്ലോ. പിന്നെ നമുക്ക് അന്നമാണ് ഉന്നമായതുകൊണ്ട് തിന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ വാപ്പ പോയപ്പോൾ ഒരു ലൈസേന്ന് ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചോണ്ട് വാപ്പ എന്നാ തിന്നോണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചോണ്ട് തന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്ത് ചുണ്ടൊക്കെ നല്ല ഡ്രൈ ആയതുകൊണ്ട് പിന്നെ ഞാൻ അതും അപ്ലൈ ചെയ്തിട്ട് ഞാൻ പിന്നെ അഗ്നി ചിറകുകൾ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ വായിക്കാൻ പോയിരുന്നു കേസ്. പിന്നെ ഒത്ത് വായിക്കാൻ വയ്യാത്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തിന്നുകൊണ്ട് വായിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു മുട്ടായി അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് അകത്താക്കണം എങ്കിലും എനിക്കൊരു സമാധാനമുള്ളൂ. ഇതിപ്പോൾ തിന്നണ ബ്ലോഗായിപ്പോയി എന്നെനിക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും അങ്ങനെയല്ല. പിന്നെ ഞാൻ വിചാരിച്ചു മൈലാഞ്ചി ഇവിടെ ഇരിക്കണുണ്ട്, എനിക്ക് വരയ്ക്കാൻ അറിഞ്ഞൂടെ. പ്രൊഫഷൻസൊക്കെ കണ്ടു തോന്നുന്നു ഇപ്പം ഞാൻ എന്തോ മലമറിക്കുന്നു. പിന്നെ ഞാൻ ChatGPT ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു സിമ്പിളായിട്ട് എന്തെങ്കിലും ചേച്ചി ഉണ്ടോയെന്ന്. അപ്പോൾ ചേച്ചി ഒരു അടപ്പ് വെച്ചിട്ട് എന്തോ കാണിച്ചിരുന്നു. ഞാനും അതേപോലെ ചെയ്തു. പിന്നെ അങ്ങ് ഡ്രോയിങ് വരയ്ക്കുന്ന പോലെ അങ്ങ് കളർ അടിച്ചു. പിന്നെ ചേച്ചി അവിടെ വേറെ എന്തോന്ന് കാണിച്ചെങ്കിലും എനിക്കത് അറിഞ്ഞുകൊണ്ട് നല്ല ഹുത്തക വെച്ച് ഞാൻ അങ്ങ് കുത്തിട്ട് നിറച്ചു. അത് കഴിഞ്ഞ് ഞാനൊരു സ്റ്റാർ ഇട്ടു. അതാണല്ലോ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അങ്ങനെ പരീക്ഷയ്ക്ക് പോലും സ്റ്റാർ കിട്ടാതെ എനിക്ക് കയ്യിൽ ഞാൻ അന്തസ്സായിട്ടൊരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറുക്കം വിചാരിച്ചു കയ്യിലെന്തോ വെച്ച് തിന്നണേന്ന്. അങ്ങനെ കയ്യേറി കഴിക്കാൻ വല്ലതുകൊണ്ടേ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകണമെന്ന്. അങ്ങനെ ചെറുക്കമ്പനും പോയി. ലാസ്റ്റ് പറഞ്ഞു എവിടെ പോകാനുണ്ട്, ഈ കയ്യും വെച്ചുകൊണ്ടാണ് ഞാൻ ഇനി പോകാനുള്ളത്. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ. സ്റ്റാർട്ടാ.